നമസ്കാരം. ഓഗസ്റ്റ് മാസം ആരംഭിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഓഗസ്റ്റ് മാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ 7 ദിവസങ്ങൾ ചില നക്ഷത്രക്കാർക്ക്, ചില രാശിക്കാർക്ക് ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ സമയമാകുന്നു. ഈ സമയം നിരവധിയാർന്ന ശുഭദിനങ്ങളും ഈ സമയം വരുന്നുണ്ട്. ഗ്രഹനില പ്രകാരം നോക്കുമ്പോൾ ഈ ആഴ്ച ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്ന് പരാമർശിക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതിനാൽ നിരവധി നേട്ടങ്ങളും ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. പലവിധ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നേറുവാൻ സാധിക്കും. 7 ദിവസം ഭാഗ്യം അനുഗ്രഹിക്കുന്നതിനാൽ നേട്ടങ്ങളും, ലോട്ടറി ഭാഗ്യം അഥവാ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൊയ്യുന്ന ചില നക്ഷത്രക്കാർ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ ധനം കൈകളിലേക്ക് വന്നു ചേരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങ രാശിയാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് വളരെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാകുന്നു. സുഹൃത്തുക്കളിൽ നിന്നും, പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം ഇവരിൽ നിന്നും പൂർണ്ണമായ പിന്തുണ, സഹകരണം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ തന്നെ ഇവർക്ക് പല കാര്യങ്ങളും അനുകൂലമാക്കുവാനോ നേട്ടങ്ങൾ കൊയ്യുവാനോ സാധിച്ചു എന്ന് വരാം. ജോലി ചെയ്യുന്ന വ്യക്തികൾ ഇവരുടെ ജീവിതത്തിലേക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ നൽകി എന്ന് വരാം. അത്തരത്തിൽ ചില അനുകൂലമായ കാര്യങ്ങളും സംഭവിക്കാം. ജോലി സ്ഥലത്ത് കാര്യങ്ങൾ അനുകൂലമായി തുടരുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ആസൂത്രണം ചെയ്ത ജോലികൾ സമയബന്ധിതമായി നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഭൂമി, കെട്ടിടം എന്നിവയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ശുഭകരമായി ഭവിക്കാം. കൂടാതെ ഈ സമയം ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീരുമാനങ്ങൾ ലഭിക്കാം. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. പ്രധാനമായും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ഭാഗ്യക്കുറി, ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിലും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തിക കാഴ്ചപ്പാടിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ ലാഭം വന്നു ചേരാവുന്ന സമയമാണ്. വിപണിയിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുക, അത് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ്. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ദാമ്പത്യ ജീവിതവും അനുകൂലമായി ഭവിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ സമയം വളരെ അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി കൂറാകുന്നു. കന്നിരാശിയിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരും. പ്രധാനമായും ഭാഗ്യത്തിന്റെ പൂർണ്ണമായ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയമാകുന്നു. സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സഹായത്തോടെ ആസൂത്രണം ചെയ്ത പല കാര്യങ്ങളും കൃത്യമായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വിപണിയുമായി ബന്ധപ്പെട്ട് വിശ്വാസ്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്കും ഈ സമയം അനുകൂലമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. കൂടാതെ ജോലി ചെയ്യുന്നവർക്ക് ഈ സമയം മികച്ചതായ ഫലങ്ങൾ ലഭിക്കാം. പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് സമയം. ഈ സമയം നിങ്ങളുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ അനുകൂലമായി വന്ന് ഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് മികച്ചതായ തീരുമാനങ്ങൾ എടുക്കുവാൻ അല്ലെങ്കിൽ അവരുടെ പിന്തുണ ലഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. മംഗളകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വീടുമായി ബന്ധപ്പെട്ടും പൊതുവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം.
എന്നാൽ ഈ സമയം ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനും അപ്രതീക്ഷിതമായ ധനയോഗത്തിനും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ഇത്തരം കാര്യങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ്. സമയം ഐശ്വര്യവും ഭാഗ്യവും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. കുറച്ച് കാലമായി ഏതെങ്കിലും ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് മനസ്സ് അസ്വസ്ഥമാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. വ്യക്തമായ തീരുമാനങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വ്യവഹാരങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ബിസിനസ് ലാഭത്തിലാകുവാനുള്ള സാധ്യതകൾ, ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം മികച്ച അവസരങ്ങൾ, അത് തൊഴിൽ ലഭിക്കുന്നതിനോ തൊഴിലിൽ ഉന്നതി നേടുന്നതിനോ വിദ്യയിൽ ഉന്നതി നേടുന്നതിനോ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ലാഭവും വിജയവും നേടുവാൻ സാധിക്കും. ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. സഹകരണവും പിന്തുണയും ജീവിതത്തിൽ ലഭിക്കുന്നതായ സമയമാകുന്നു. തൊഴിൽ രഹിതരാണ് എങ്കിൽ ഈ സമയം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കൂടാതെ ഈ സമയം കുടുംബത്തിന്റെ സൗകര്യത്തിനായി പണം ചെലവഴിക്കുന്നതാണ്. അഥവാ കുടുംബത്തിന്റെ ആവശ്യം അറിഞ്ഞ് പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കൂടാതെ ഈ സമയം ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി കൈകളിലേക്ക് ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ്. സമയം പ്രധാനമായും ഐശ്വര്യവും ഭാഗ്യവും ഈ ദിവസങ്ങളിൽ വന്നു ചേരാം. ആസൂത്രണം ചെയ്ത പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നു. കൂടാതെ ധൈര്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പല സുഹൃത്തുക്കളുടെയും സഹായത്തോടെ പല കാര്യങ്ങളും പരിഹരിക്കുവാനും പല കാര്യങ്ങളും അനുകൂലമാക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കുടുംബാംഗങ്ങളുമായുള്ള സ്നേഹം വർദ്ധിക്കുകയും കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ തൊഴിലിനായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക സ്ഥിതി ഈ സമയം ശക്തമായിരിക്കും, അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ തൊഴിൽ ചെയ്യുന്നവർക്ക് അധിക വരുമാന സ്രോതസ്സുകൾ വന്നു ചേരാം. കടം നൽകിയിട്ടുണ്ട് എങ്കിൽ തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അല്പം പ്രയാസമാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഈ സമയം ആരോഗ്യപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സമൂഹത്തിൽ ബഹുമാനം, സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ആളുകളുടെ പ്രശംസ ഏറ്റുവാങ്ങുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ഈ സമയം ധനപരമായ ചില നേട്ടങ്ങളും വന്നു ചേരാം. ഭാഗ്യക്കുറി, ലോട്ടറി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ പണം അല്ലെങ്കിൽ സമ്മാനങ്ങൾ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു.